കേരളത്തിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് പോകാൻ വേണ്ടി ആകെ ഒറ്റൊരു വണ്ടിയേ ഉള്ളൂ, നമ്മുടെ മംഗലാപുരം പോണ്ടിച്ചേരി എക്സ്പ്രസ്. നമ്മൾ അതിനാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രലാണ്. സെൻട്രലിൽ നിന്ന് നമ്മൾ ഞായറാഴ്ച വൈകിട്ട് 4:35 എടുക്കുന്ന മംഗലാപുരം പുതുച്ചേരി എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 16858. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്നത്. ഈ വണ്ടി ട്രിച്ച് വഴിയാണ് പോകുന്നത്. ഈ ഒരു ഒറ്റ വണ്ടി തന്നെ ആഴ്ചയിൽ 2 ദിവസം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വഴിയേ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രലാണ്. മംഗലാപുരം സെൻട്രലാണ്ട് ആ കിടക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു നമ്മുടെ. നമുക്ക് പോയി നോക്കാം. അപ്പോൾ മംഗലാപുരം പുതുച്ചേരി എക്സ്പ്രസിൻ്റെ ഒരു end to end യാത്രയാണ് കാണാൻ പോകുന്നത്. സ്ലീപ്പർ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ യാത്ര തുടങ്ങിയിട്ട് കുറേ ദിവസമായി, ഒരാഴ്ച അടുപ്പിച്ചായി. നമ്മൾ കൊല്ലം വിശാഖപട്ടണം പോയി, അവിടെ നിന്ന് മറ്റേ ഹൗറ SMVT ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് മറ്റേ SMVT ബാംഗ്ലൂർ മുരുടേശ്വർ എക്സ്പ്രസ്സിന് കയറി മംഗലാപുരത്ത് വന്നു. ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് പോണ്ടിച്ചേരി പോവും. പോണ്ടിച്ചേരി ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് വീണ്ടും മംഗലാപുരം വരും. ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റിൽ. അങ്ങനെ ഒരു വലിയൊരു യാത്രയാണ് നമ്മൾ പോകുന്ന. പോണ്ടിച്ചേരി എക്സ്പ്രസിൻ്റെ റേക്ക് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഓൾറെഡി കിടപ്പുണ്ട്. രാവിലെ 10 മണിക്ക് വന്നതാണ്. അപ്പോൾ ഇത് ചെറിയൊരു റേക്കാണ്, 18 LSP കോച്ചുകൾ മാത്രമുള്ളൊരു റേക്കാണ്. എൻ്റെ പുതുച്ചേരി മംഗളൂരു എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ചൊരു ട്രെയിൻ ബോർഡ്, നമുക്ക് നമ്പർ പോലും വലിയ കാണുന്നില്ല. റേക്ക് ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ തുറന്നിട്ടൊന്നുമില്ല, അടച്ചിട്ടേക്കുവാണ്. ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നായിരിക്കണം. അപ്പോൾ നമ്മുടെ കോച്ച് S3 ആണ്. S3 എനിക്ക് തോന്നുന്നു നടുക്കായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. നടുക്കായിട്ടാണ്, കാരണം പുറകിൽ AC ആണ്. ഇതിന് AC കുറവാണ്, ഇതിന് സ്ലീപ്പറാണ് കൂടുതൽ വണ്ടിക്ക്. വിഴുപുരം ഖടഗ്പൂർ സൂപ്പർ ഫാസ്റ്റുമായിട്ട് ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത്ര വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത റേക്കാണ്. ഫുള്ള് പൊടിയും ചെളിയൊക്കെയാണ്. അത്ര മര്യാദയ്ക്ക് കഴുകിയിട്ടൊന്നുമില്ല അവർ. അകത്തിനി എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നോക്കാം. ബംഗാൾ പോകുന്ന വണ്ടിയായിട്ട് റേറ്റ് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതിനാകെ ഒറ്റ സെക്കൻഡ് AC ഉള്ളൂ, ഒറ്റ സെക്കൻഡ് AC, പിന്നെ 2 തേർഡ് AC, B1 B2, ബാക്കിയെല്ലാം സ്ലീപ്പറാണ്. ഇത് പോണ്ടിച്ചേരിയിൽ നിന്ന് വിടുന്ന വണ്ടിയാണെങ്കിലും ഇതിൻ്റെ പ്രൈമറി മെയിൻ്റനൻസ് നടക്കുന്നത് വിഴുപുരം ജംഗ്ഷനിലാണ്. കാരണം പോണ്ടിച്ചേരിയിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് വിടുന്ന എല്ലാ വണ്ടിയുടെയും മെയിൻ്റനൻസ് നടക്കുന്നത് ഈ വിഴുപുരത്താണ്. അപ്പോൾ അവിടം വരെ ഇത് empty റേക്കായിട്ട് പോയിട്ട് മെയിൻ്റനൻസ് ആയിട്ടാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കോച്ച് S3 കേട്ടോ. S3യിൽ സൈഡ് അപ്പറാണ് എൻ്റെ ബർത്ത്, 24. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബർത്തുള്ളത്. വണ്ടി തുറന്നിട്ടൊന്നുമില്ല, തുറക്കുമ്പോൾ നമുക്ക് കയറാൻ കേട്ടോ, കാരണം ക്ലീൻ ചെയ്തിട്ട് ഇവർ അടച്ചു പൂട്ടിയിട്ടേക്കുക. നമ്മുടെ കോച്ച് 2024 മീഡിയൊരു കോച്ചാണ്, വലിയ കുഴപ്പമില്ലെന്നൊന്ന് കണ്ടിട്ട്. അതിന് അകത്ത് കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ലോക്കോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കോയും കൂടെ പോയി നോക്കിയിട്ട് അറിയാം ഏതാണെന്നേ. ഈ വണ്ടിക്ക് രണ്ട് ലോക്കോ റിവേഴ്സുണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ തിരുച്ചിറപ്പള്ളി ഒരു ലോക്കോ റിവേഴ്സുണ്ട്, വിഴുപുരത്ത് ഒരു ലോക്കോ റിവേഴ്സുണ്ട്. അപ്പോൾ രണ്ടിടത്ത് വണ്ടിയുടെ ഡയറക്ഷൻ തിരിയും. മൊത്തത്തിൽ 9 സ്ലീപ്പറുണ്ട് ഈ വണ്ടിക്ക്. 9 സ്ലീപ്പർ, 3 AC. അപ്പോൾ തന്നെ 12 കോച്ചാവും. പിന്നെ 4 ജനറൽ, പിന്നെ മുന്നിലും ബാക്കിലുമായിട്ട് ഒരു SLRും പിന്നെ ഒരു ജനറേറ്റർ കാറും. അങ്ങനെ മൊത്തം 18 എണ്ണം. നമ്മുടെ ലോക്കോ അങ്ങനെ ഫൈനലി വന്നു. 4 മണി 5 മിനിറ്റ് ആയപ്പോഴാണ് ലോക്കോ വന്നത്. കുറച്ച് താമസിച്ചു പോയി. ഈ റോഡിൻ്റെ ഒരു WP7 ലോക്കോ ആണ്, 37297. അപ്പോൾ ഈ ലോക്കോ ആണ് ഈ വണ്ടിനെ ട്രിച്ച് വരെ കൊണ്ടുവന്നത്. ട്രിച്ചിന് ചിലപ്പോൾ ലോക്കോ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പോണ്ടിച്ചേരി എക്സ്പ്രസിൻ്റെ ലോക്കോ ഒക്കെ പഠിപ്പിച്ച് ക്രൂ ഒക്കെ കയറിയിട്ടുണ്ട്. വണ്ടി സെറ്റായി. 4:35 നമ്മൾ നടന്നു വിടുവേ. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿ ಸಂಖ್ಯೆ 1658 ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ಪುದುಚೇರಿ ಎಕ್ಸ್ಪ್ರೆಸ್ ನಿಗದಿತ ಸಮಯ 16 ಗಂಟೆಗಳು 35 ನಿಮಿಷಕ್ಕೆ ಪ್ಲಾಟ್ಫಾರ್ಮ್ 2ರಿಂದ ಹೊರಡಲಿದೆ. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 16858 मंगलुरु सेंट्रल पुदुचेरी एक्सप्रेस अपने निर्धारित समय 16:35 प्लेटफॉर्म क्रमांक 2 से रवाना होगी. For the kind attention of passengers, train number 16858 Mangaluru Central Puducherry Express will leave at its scheduled time 16 hours 35 minutes. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൽ പോയി കയറാം. S3 കോച്ചാണ്, 24 ബർത്ത് കേട്ടോ.
സൈഡ് അപ്പർ ബർത്ത്. അപ്പോൾ നമ്മുടെ ബർത്ത് ഇതാണ്, 24 സൈഡ് അപ്പറാണ്. നല്ല മെയിൻറ്റെയിൻ, നല്ല കോച്ചാണ്. എമർജൻസി എക്സിറ്റാണ് എനിക്ക് കിട്ടിയത്. ഓരോരുത്തർ പൊളിച്ച് എമർജൻസി എത്തിയിട്ട് നല്ല വിശാലമായിട്ട് പുറത്തെ കാഴ്ചകൾ കാണുകയും ചെയ്ത് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. നല്ല കോച്ചാണ് കേട്ടോ, നല്ല മെയിൻറ്റെയിൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ICF മെയ്ഡ് കോച്ചാണ്, നല്ലതാണ് കേട്ടോ. നല്ല ബർത്തും ഒരു മോഡേൺ ടൈപ്പ് ഇൻറ്റീരിയറൊക്കെ ആയിട്ട് നല്ലപോലെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. പുറത്താണ് കുറച്ച് ചെളിയും പൊടിയൊക്കെ ഉള്ളത്, പക്ഷേ അകത്തൊക്കെ ഇടില്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട്, അകത്തൊക്കെ നല്ല വൃത്തിയുണ്ട്. കിടിലം കോച്ച് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി കോച്ച്. നമുക്ക് കിട്ടിയ കോച്ച് എന്തായാലും കൊള്ളാം. സാറിന് നമുക്ക് കിട്ടുന്നതൊക്കെ ആ ഒരു ട്രെയിനിൽ ഏറ്റവും മോശം കോച്ചായിരിക്കും, പക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയത് നല്ല കിടിലം കോച്ച്, നല്ല മെയിൻറ്റെയിൻ്റെ സൂപ്പർ കോച്ച് കേട്ടോ. നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ, ട്രെയിൻ നമ്പർ 16858. ഇത് ട്രിച്ചി ഡിവിഷനാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് 4:35 എടുത്തിട്ട് നാളെ രാവിലെ 10 മണിക്ക് ഇത് പോണ്ടിച്ചേരി എത്തും. മംഗലാപുരത്ത് നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ആഴ്ചയിൽ 2 ദിവസമാണ് വണ്ടിയുള്ളത്. 2 ദിവസം പോകുന്ന സെയിം ബ്രേക്കാണ്. വെള്ളിയാഴ്ച പോകുന്നതാണ് ട്രെയിൻ നമ്പർ 16856. അത് ഇവിടുന്ന് സേലം വഴിയാണ് പോകുന്നത്. സേലം വഴി അങ്ങനെ പോകുന്നത്. നമ്മൾ പോകുന്ന ട്രിച്ചി വഴിയാണ്. നമ്മൾ ഈ റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് അങ്ങനെ പോകും. മറ്റേത് സേലം വഴി വൃദ്ധാചലം കയറും. മറ്റേ വണ്ടി വെള്ളിയാഴ്ച വിടുന്ന വണ്ടി. ഇത് ഞായറാഴ്ച വിടുന്ന വണ്ടിയാണ്. അപ്പോൾ അത് വെള്ളിയാഴ്ച പോയിട്ട് ശനിയാഴ്ച വിടത്തിട്ട് ശനിയാഴ്ച തിരിച്ച് മംഗലാപുരത്തേക്ക് വന്നിട്ടാണ് ഞായറാഴ്ച ഇവിടെ നിന്ന് വീണ്ടും പുതുച്ചേരിക്ക് പോകുന്നത്. അപ്പോൾ 2 വണ്ടിയുണ്ട്, ട്രെയിൻ നമ്പർ 16856ഉം 16858ഉം. അപ്പോൾ ഈ രണ്ടും ഇടുന്ന സെയിം ടൈമാണ്. 4:35 എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് പോണ്ടിച്ചേരി എത്തും. 2 വണ്ടിയും എപ്പോഴും ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ് കേട്ടോ. അങ്ങനെ വേക്കൻ്റ് ഒന്നും വരാറുന്നില്ല, എപ്പോഴും ഫുള്ളാണ്. നമ്മൾ പോകുന്ന ഇന്നും വണ്ടി ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ വണ്ടിക്ക് കേട്ടോ, കാരണം വീക്കെൻഡ് പോകുന്ന വണ്ടിയല്ലേ. കൂടുതൽ ആൾക്കാർ ട്രിച്ചി വരെയാണ് ഈ വണ്ടി പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോകുന്ന ദിവസം ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ എല്ലാവരും ട്രിച്ചി വരെയാണ് കൂടുതൽ. പോണ്ടിച്ചേരിക്ക് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്, ട്രിച്ചി വരെയാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. ട്രിച്ചി വെളുപ്പിന് 5:45 എത്തും. അപ്പോൾ ട്രിച്ചി വരെയൊക്കെ ആൾക്കാർ കാണത്തുള്ളൂ. എൻ്റെ താഴെ സൈഡിലുള്ള ആളെ പുള്ളി പാലക്കാട് നിന്നാണ് കയറുന്നത്. ചാർട്ടി നോക്കിയപ്പോൾ കണ്ടായിരുന്നു, പാലക്കാട് ടു ട്രിച്ചി. നമ്മൾ 4:35 മംഗലാപുരത്ത് നിന്ന് എടുക്കുന്നത്. അപ്പുറത്ത് എടുക്കുന്ന മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എടുക്കുന്നത് 4:55. അപ്പോൾ ഇത് ഷൊർണൂർ വരെ ഈ വണ്ടി നമ്മുടെ പുറകിലായിരിക്കും വരുന്നത്. ഷൊർണൂർ കഴിഞ്ഞിട്ട് ഈ വണ്ടി നമ്മൾ ഓവർടേക്ക് അടിക്കും. കാരണം ഷെഡ്യൂൾ നോക്കിയപ്പോൾ പാലക്കാട് എത്തുന്നത് ആദ്യം ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ്, നമ്മളാണ് അതിൻ്റെ പുറകിലെത്തുന്നത്. അപ്പം ഷൊർണൂർ കഴിഞ്ഞിട്ട് ഷൊർണൂരിനും പാലക്കാടും ഇടയ്ക്ക് ഈ വണ്ടി നമ്മളെ ഓവർടേക്ക് അടിച്ച് പോകും. നല്ല രസമാണ് ഈ എമർജൻസി എക്സിറ്റിനോട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റ് കിട്ടും, പിന്നെ നല്ല വലുതായിട്ട് കാണാൻ പറ്റും. ഈ കമ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല രസമാണ്, ഒരു പ്രത്യേക വൈബാണ് ഈ എമർജൻസി എക്സിറ്റിനോട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പിയില്ലല്ലോ, അപ്പോൾ നല്ല സുഖമായിട്ടിരുന്ന് കാണാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. കമൻറ്റ് ചെയ്യണേ. ഷാർപ്പ് ടൈം നമ്മുടെ പോണ്ടിച്ചേരി എക്സ്പ്രസ് അങ്ങനെ ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. ഈ അപ്പുറത്തെ വണ്ടി ഉണ്ടല്ലോ, മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, ഇതിന് നീലഗിരി എക്സ്പ്രസ് ആയിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്നത് ഈ വണ്ടിക്കാണ് കേട്ടോ. കണ്ട MGR ചെന്നൈ സെൻട്രൽ, മംഗളൂരു സെൻട്രൽ, മേട്ടുപ്പാളയം. അപ്പോൾ നമ്മൾ തിരിച്ച് മംഗലാപുരത്തേക്ക് വരുന്നത് ഈ വണ്ടിക്കാണ്. ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യണം, ഇതുപോലെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2 ടയറിന് കയറുന്നുണ്ട്. നമ്മൾ സ്ലീപ്പറിന് 2 ടയറിന് മാറിയാണ് കയറുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പിന് കാസർഗോഡാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിന് വിട്ട് നമ്മളൊരു 5:15 ആകുമ്പോൾ കാസർഗോഡ് എത്തും. മംഗളൂരു സെൻട്രലിൽ നിന്നും മംഗളൂരു ജംഗ്ഷനിലേക്ക് വരുന്ന ലൈൻ ഉണ്ടല്ലോ, അതിന് മുന്നേ നമ്മുടെ വണ്ടി പിടിച്ചേ ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ അങ്ങോട്ട് പാസ് ചെയ്തിപ്പോൾ പോവും. അപ്പോൾ അത് പോയിട്ടായിരിക്കും മിക്കവാറും നമ്മൾ പോകുന്നത്. ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യലിനെ ഇത് ചിലപ്പോൾ ഓവർടേക്ക് അടിക്കുമായിരിക്കും, നമുക്ക് നോക്കാം എന്തായാലും. അതിപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ വണ്ടി ഇത്രയായിട്ടും വിട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് മിക്കവാറും കാസർഗോഡ് എത്തുന്നതിന് മുന്നേ എൻ്റെ മറ്റേ മംഗലാപുരം ചെട്ടി സൂപ്പർ ഫാസ്റ്റ് കയറിപ്പോയി. ഇപ്പോൾ തന്നെ 4:50. അപ്പോൾ അങ്ങേ അറ്റത്ത് കണ്ടോ ഒരു ഡീസൽ വെച്ച് വണ്ടി വരുന്നില്ല. നമ്മുടെ മംഗലാപുരം വിജയപുരം എക്സ്പ്രസ് ആണ് അത്. അപ്പോൾ ഡിപ്പാർച്ചർ ടൈം ആയിട്ടുണ്ട്, അത് ഇറങ്ങി വരുന്നുണ്ട്. അത് ഈ ലൈനിൽ കൂടെ നേരെ മംഗലാപുരം ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകും, ഈ ലൈനിൽ കൂടെ. അപ്പോൾ അത് മിക്കവാറും ഇപ്പോൾ വരും കേട്ടോ. അതിങ്ങനെ അടുത്തെത്താറായപ്പോഴേക്ക് നമ്മുടെ വണ്ടി വിടുകയും ചെയ്ത്. കൊള്ളാം. പക്ഷേ അല്ലെങ്കിൽ ആ ഡീസൽ വരുന്ന കാണാമായിരുന്നല്ലേ. നമ്മൾ നേത്രാവതി പാലം കയറാൻ പോകുമ്പോഴേക്കും എന്താണ്ട് ഏറനാട് നേത്രാവതി പാലം ഇറങ്ങി വന്ന് സെൻട്രൽ ഭാഗത്തേക്ക് പോകുന്നുണ്ട്.
മിനിറ്റാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ലേറ്റ് ആയേക്കണേ. കാസർഗോഡ് നമ്മളെത്തി 5:33 ആയപ്പോൾ സമയം. തൊട്ട് ഫ്രണ്ടിൽ മറ്റേ കോയമ്പത്തൂർ സ്പെഷ്യൽ ആണ് കേട്ടോ, ജബൽപൂർ കോയമ്പത്തൂർ. മിക്കവാറും അതിൻ്റെ ഓട്ടയ്ക്ക് അടിക്കാണല്ലോ വെച്ചിട്ട്. ഈ മംഗലാപുരം പുതുച്ചേരി എക്സ്പ്രസിൻ്റെ കേരളത്തിലെ സ്റ്റോപ്പുകൾ കാസർഗോഡ് കണ്ണൂർ നോൺ സ്റ്റോപ്പാണ്. പിന്നെ തലശ്ശേരി മാഹിയുണ്ട്, കാരണം പുതുച്ചേരി മാഹിയുടെ ഒരു ഭാഗമാണല്ലോ, അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് മാഹിയിൽ സ്റ്റോപ്പുണ്ട്. പിന്നെ കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട്, ഇത്ര സ്റ്റോപ്പുകളുള്ളൂ കേരളത്തിലെ. നമ്മൾ ഇതുവരെയായിട്ടും മറ്റേ ജബൽപൂർ കോയമ്പത്തൂരിന് ഓവർടേക്ക് അടിച്ചിട്ടില്ല. അത് ആക്ച്വലി ശരിക്കും അത് 2 സ്റ്റേഷൻ ഫ്രണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് എവിടെയെങ്കിലും തേനൊട്ടിയാൽ മാത്രമേ ഇത് കയറി പോകത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് പയ്യെ പോകുന്നത്. അതാണ് ഈ മെയിൻ ഡിലേ വരാൻ കാര്യം. എനിക്ക് മംഗലാപുരത്ത് നിന്ന് പുതുച്ചേരി വരെ പോകാനായത് 480 രൂപയാണ് സ്ലീപ്പറിനെ. ഈ വണ്ടിക്ക് ഞാൻ നേരത്തെ ആക്ച്വലി ബുക്ക് ചെയ്തായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ ബുക്ക് ചെയ്ത സ്ലീപ്പർ എസിയും കൂടെ ആയിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് എടുത്തപ്പോഴാണ് സ്ലീപ്പർ എടുത്തത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പോണ്ടിച്ചേരിക്ക് ഉള്ള ഡയറക്റ്റ് വണ്ടിയാണ് ഈ വണ്ടി. വേറെ ഉള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ മറ്റേ കൊല്ലം വഴി പോകുന്നതും പിന്നെ അല്ലാത്ത എല്ലാം വിഴുപുരത്ത് ഇറങ്ങണം, എന്നാലേ നമുക്ക് പോണ്ടിച്ചേരി പോകാൻ പറ്റത്തുള്ളൂ. മറ്റേ എഗ്മോർ മംഗലാപുരം ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഈ ചെന്നൈ മധുരൈ സ്വിച്ചിൽ പോകുന്ന വണ്ടികളെല്ലാം ആണെങ്കിലും ഇതേപോലെ വിഴുപുരത്ത് ഇറങ്ങണം. അല്ലെങ്കിൽ പിന്നെ ചെന്നൈ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ മാറിക്കയറി അങ്ങനെയൊക്കെ പോകണം, ഡയറക്റ്റ് വണ്ടിയില്ല. ഈ വണ്ടിക്ക് 2-3 വണ്ടികളുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഒന്ന് മറ്റേ കടക്പൂർ സൂപ്പർ ഫാസ്റ്റ് ബംഗാൾ പോകുന്ന വണ്ടി, പിന്നെ പുതുച്ചേരി കന്യാകുമാരി ഒരു എക്സ്പ്രസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മംഗലാപുരം പുതുച്ചേരി സേലം വഴിയുള്ള വണ്ടി. നമ്മളൊരു 10 മിനിറ്റ് ലേറ്റായിട്ട് കണ്ണൂർ കയറുവാണ്. മറ്റേ ജബൽപൂർ കോയമ്പത്തൂർ ഇപ്പോഴും ഫ്രണ്ടിലുണ്ട്, അതിനെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അത് സ്പെഷ്യലായിട്ടും അതിനെ കയറ്റി വിടുന്നുണ്ട്. തൊട്ട് പുറയിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റും ഉണ്ട്, അപ്പോൾ അതിനെ മിക്കവാറും ഷൊർണൂരിനെ കയറ്റി വിടത്തുള്ളൂ. എന്തായാലും കണ്ണൂരിൽ നിന്നൊക്കെ ആൾ കയറും കേട്ടോ. എൻ്റെ അവിടെ മിക്കവാറും കണ്ണൂരിൽ നിന്ന് കയറും തോന്നി, ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ ആൾ കയറും നല്ലപോലെ വണ്ടിയിൽ. നമ്മുടെ പോണ്ടിച്ചേരി എക്സ്പ്രസിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ട് എത്തിയിരിക്കുകയാണ് തലശ്ശേരി. ഇപ്പോൾ തലശ്ശേരി അതിന് തൊട്ടടുത്ത് തന്നെ മാഹിയുണ്ട്. നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണല്ലോ മാഹി, അപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട്. ഏതോ ഒരു വണ്ടി കണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ടെ. ഗുഡ്സാട്ടോ, ഗുഡ്സ് ജീറ്റൽ വെച്ച് ഗുഡ്സ് പോകുന്നുണ്ട്.
നമ്മുടെ പോണ്ടിച്ചേരി എക്സ്പ്രസ് പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ തന്നെ എത്തി കേട്ടോ. പോണ്ടിച്ചേരി വണ്ടി കണ്ടായിരിക്കും മിക്കവാറും മാഹിയിൽ സ്റ്റോപ്പ് കൊടുത്തേക്കണം. അതെന്തായാലും നന്നായി കേട്ടോ. അപ്പോൾ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ നമ്മുടെ പോണ്ടിച്ചേരി എക്സ്പ്രസ് ആണ് വന്ന് നിർത്തിയിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പൊടിയാനും തുടങ്ങിയിട്ടുണ്ട്. മാഹി സ്റ്റേഷനൊക്കെ നല്ല എന്തോ വൃത്തിയെന്നൊക്കെ കിട്ടിയ സ്റ്റേഷനിൽ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഒരു നല്ല മഴയ്ക്കുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോണ്ടിച്ചേരി എക്സ്പ്രസ് ഒരു 10 മിനിറ്റ് ലേറ്റായിട്ട് ഏതാണ്ട് കോഴിക്കോട് കയറാൻ പോകണം. നമ്മൾ കോഴിക്കോട് നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് സൊമാറ്റോയിൽ. ഇതിനകത്ത് പാൻട്രി ഒന്നും ഇല്ലല്ലോ. നമ്മൾ കോഴിക്കോട് കയറാൻ പോകണം. സ്റ്റിൽ നല്ല മിന്നലൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. സ്റ്റിൽ കോയമ്പത്തൂർ സ്പെഷ്യൽ മറ്റേ ജബൽപൂർ കോയമ്പത്തൂർ ഫ്രണ്ടിലുണ്ട്. ഇന്ന് സൺഡേ ഉണ്ട്, നല്ല തിരക്കുണ്ട് വണ്ടിയിൽ കേട്ടോ. സൺഡേ പോകുന്ന വണ്ടിയല്ലേ. പുറത്ത് നല്ല മഴ, ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വരുന്ന വഴിക്കൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു. For the kind attention of passengers, train number 16858 നമ്മളെ മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് കണ്ട് കോഴിക്കോട് വെച്ച് തന്നെ ഓവർടേക്ക് അടിക്കാമെന്ന് തോന്നുന്നു. കാരണം മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് പ്ലാറ്റ്ഫോം 4 കയറ്റി കേട്ടോ, കയറുന്നുണ്ടോ. അപ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ അത് കയറിപ്പോയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം വിടും. നോക്കാം എന്തായാലും. നമ്മൾ ആദ്യം എടുത്തു കേട്ടോ, അതവിടെ കിടക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ മിക്കവാറും ഓവർടേക്ക് ഷൊർണൂർ എന്നെ കാണത്തുള്ളൂ. എന്തായാലും നോക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ കോഴിക്കോട് നിന്ന് എടുത്തൊരു 10 മിനിറ്റ് ഇട്ട് ഇവിടെ വണ്ടി. സൊമാറ്റോ നിന്നുവേ മറ്റേ പാരകൻ്റെ സൽക്കാര റെസ്റ്റോറൻ്റ് അല്ലേ, അതിൽ നിന്ന് ഒരു പൊറോട്ടയും പിന്നെ ഒരു മഷ്റൂമിൻ്റെ കറിയാണ് ഡിന്നറായിട്ട് മേടിച്ചതേ. തിരൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ അടുത്തുള്ള കുറേ ആൾക്കാരൊക്കെ കയറുകയെ. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിയാണേ. അത് ലേറ്റാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. എറണാകുളം കണ്ണൂരല്ല കേട്ടോ, ആലപ്പുഴ കണ്ണൂർ, സോറി മാറിപ്പോയി. അങ്ങനെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഓവർടേക്ക് ചെയ്തിട്ട് നടക്കാൻ പോവാണ്. നമ്മളാണ്ട് കുറ്റിപ്പുറം സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്ക് കയറ്റിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഷൊർണൂർ എൻ്റെ ആയിരിക്കും എന്നാണ്. പക്ഷേ അല്ലാണ്ട് കുറ്റിപ്പുറത്ത് വെച്ച് നമ്മളെ മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഓവർടേക്ക് അടിക്കാൻ പോവാണേ. കുറ്റിപ്പുറത്ത് ലൂപ്പ് ട്രാക്ക് കയറ്റി കേട്ടോ. വണ്ടി കണ്ട് തിരൂര് വിട്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ട് പുറയിലുണ്ട്. വണ്ടി ഇപ്പോൾ കയറിപ്പോവും. സ്പീഡൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തോ സ്പീഡ് റെസ്ട്രിക്ഷനോ എന്തോ ആണെന്ന് തോന്നുന്നു. പയ്യെ വരുന്നത്. അപ്പോൾ തീരെ സ്പീഡില്ല കേട്ടോ, വൻ ശോകം, ഒട്ടും സ്പീഡില്ല. എങ്ങാണ്ട് 20 എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഈ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ ഒരു നേരെ ആവും. ഇവിടെ ഫ്രണ്ടിൽ എന്തോ പണി നടക്കുമെന്ന് തോന്നുന്നു. വണ്ടി ഒന്ന് ചവിട്ടിയിട്ട് ഒന്നെടുത്തിട്ട് വീണ്ടും ചവിട്ടിയിട്ടുണ്ട്. എന്തോന്ന് അറിയത്തില്ല. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ ഇതൊക്കെ പരിപാടി ലൈൻ ബ്ലോക്കാന്ന് തോന്നുന്നു. വണ്ടി രണ്ടും പിടിച്ചിട്ടേക്കുവാണ്. നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വന്ന വണ്ടി പിടിച്ചിട്ടേക്കുക, നമ്മളും പിടിച്ചിട്ടേക്കുക. നമ്മളിപ്പോൾ ഒരു 3/4 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് കുറ്റിപ്പുറം സ്റ്റേഷൻ്റെ അപ്പുറത്തോടെ എന്തോ പണി നടക്കുന്നുണ്ട്.
അതാണ് രണ്ടും പിടിച്ചിട്ടേക്കണേ. വണ്ടി എടുത്ത് മറ്റേ വണ്ടി എടുത്ത് ഇനി നമ്മളായിരിക്കും ഇനി അടുത്തെടുക്കാൻ പോകുന്നത്. ഇനിയിപ്പം അത് പോയിട്ട് ഇനി എന്തെങ്കിലും പണിയുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ എടുക്കുമായിരിക്കും ഒരു 10 മിനിറ്റിനുള്ളിൽ. നമ്മുടെ വണ്ടി ഇവിടെ 1 മണിക്കൂർ ഇട്ടു. 9:15 വന്നതാണ്, ഇപ്പോൾ 10:15. 1 മണിക്കൂർ വണ്ടി ലേറ്റായി. എന്തോ ലൈൻ ബ്ലോക്ക് ഉണ്ട് ഫ്രണ്ടിൽ, അതാണ് വണ്ടി ലേറ്റ് ആയത്. ഇവിടെ നിന്ന് മറ്റേ ഓട്ടോയ്ക്ക് അടിച്ച് പോയ ചെന്നൈ സൂപ്പർ ഫാസ്റ്റും പയ്യാണ് പോയത്. അപ്പോൾ അവിടെ എന്തോ കാര്യമായിട്ടുള്ള പണി നടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വിട്ട്. മരുസാഗർ എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. നമ്മൾ കണ്ട് 1.25 മണിക്കൂർ ലേറ്റായിട്ട് ഷൊർണൂർ കയറാൻ പോകാം കേട്ടോ. പതിനൊന്ന് മണി ആയപ്പോഴാണ് നമ്മൾ കണ്ട് ഷൊർണൂർ കയറുന്നത് കേട്ടോ. ഇപ്പോഴും മഴയാണ് ഇവിടെയൊക്കെ. ഷൊർണൂരിൽ നിന്ന് കുറേ ആൾക്കാർ കയറും, പാലക്കാട് നിന്ന് കയറും. നമ്മുടെ വണ്ടിയിൽ ഫുള്ളാവും കേട്ടോ. വണ്ടിക്കകത്ത് നിറച്ച ആൾക്കാർ, വെയിറ്റ് ലിസ്റ്റ് ആൾക്കാർ വരെ കയറുന്നുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ. പറഞ്ഞിട്ട് കാര്യമില്ല. TT ആണ് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ അത് നാളെ പറയാം കേട്ടോ. ഞാൻ ഇപ്പോൾ കിടക്കട്ടെ, അല്ലേ എൻ്റെ സീറ്റും കൂടെ പോയി, എൻ്റെ സൈഡപ്പം. നെക്സ്റ്റ് ദിവസം രാവിലെ ഇപ്പോൾ സമയം 5:50 കഴിഞ്ഞു. നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ വണ്ടി 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ വെറും 10 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. സ്ലാക്കിൻ്റെ പവറാണ്, വേറെ ഒന്നുമല്ല. ഈ വണ്ടിക്കകത്ത് ഒരു ജനറൽ മാതിരിയായിരുന്നു രാത്രിയിൽ. വെയിറ്റ് ലിസ്റ്റ് ആൾക്കാരെല്ലാവരും കയറി ഓരോ ഒഴിവുള്ള ബർത്തിലൊക്കെ ഇങ്ങനെ കയറി കിടക്കുകയാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. TT വരെ സപ്പോർട്ട് നിൽക്കുമായിരുന്നു, അറിയോ. ഇവിടെ എന്തൊക്കെയോ ഭയങ്കര ബഹളമൊക്കെ. ഈ പള്ളിയിൽ എന്തോ തോന്നുന്നു കേട്ടോ, ഭയങ്കര ബഹളം അവിടെ. ബഹളമല്ലല്ലോ, എന്തോ പ്രഭാഷണം പോലെ, പക്ഷെ ബഹളമാണെന്ന് തോന്നുന്നത് കേട്ട്. നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് ട്രിച്ചിയിലെ, നല്ല തണുത്തിരിക്കുന്നു മഴയൊക്കെ പെയ്ത്. അങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് കയറുക കേട്ടോ. ഇപ്പം സമയം 5:57, ഒരു 12 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ച് നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലുണ്ട്. അപ്പം ഈ ലോക്കോ ആണോ അതോ വേറെ ലോക്കോ ആണോ പിടിപ്പിക്കുന്നത് അറിയത്തില്ല കേട്ടോ, നോക്കാവേ. നമ്മൾ കയറുന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് കേട്ടോ. മിക്കവാറും ഈ കരൂർ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് കയറ്റുന്നത്. ഈ വണ്ടി ഇനി പോകുന്നത് ചെന്നൈ റൂട്ടിൽ കയറിയാണ്. ഇവിടെ നിന്ന് ഇനി ശ്രീരംഗം സ്റ്റോപ്പുണ്ട് വണ്ടിക്ക്. ശ്രീരംഗം, അരിയാലൂർ, പിന്നെ വിരുദ്ധാചലം വഴിയാണിത് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ട്രിച്ചിൽ വേറെ ലോക്കോ ആയിരിക്കുന്നത്, കറക്റ്റ്. ഈ റോഡിൻ്റെ 3044 WP7 ആണ് ട്രിച്ചിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്നലെ 37297 ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് വേറെ ലോക്കോ മാറ്റി വേറെ ലോക്കോ ആണേ. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇനി പുതുച്ചേരി വരെ കൊണ്ടുപോകുന്നത്. ഈ തിരുച്ചിറപ്പള്ളിയിലെ ഈ ലോക്കോ റിവേഴ്സിലുള്ള വണ്ടികളെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് വരുന്ന ലോക്കോ അല്ല കൊടുക്കുന്നത്, മോസ്റ്റ്ലി എല്ലാം ഇവിടെ നിന്ന് വേറെ ലോക്കോ ആണ് കൊടുക്കുന്നത്. അതൊരു കാര്യം എന്ന് വെച്ചാൽ സമയം ലാഭിക്കാം. കാരണം മറ്റേ ലോക്കോ തിരിച്ചുകൊണ്ട് വരുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ലോക്കോയ്ക്ക് മറ്റേ ഹെഡ് ഓൺ ജനറേഷൻ കപ്ലിംഗ് ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. അതായത് ലോക്കോന്ന് ഡയറക്റ്റ് കറണ്ട് കോച്ചിലേക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. അത് ചെയ്യുന്നതുകൊണ്ട് സമയം എടുക്കുന്നുണ്ട്. 30444 ഈ റോഡിൻ്റെ ഒരു P7 ആണ്. അപ്പോൾ വിഴുപുരത്ത് വെച്ചും ഈ ലോക്കോനെ ആയിരിക്കും റിവേഴ്സ് അടിച്ച് പോണ്ടിച്ചേരിക്ക് നമ്മളെ കൊണ്ടുവന്നത്. വിഴുപുരത്തും ഈ വണ്ടിക്ക് ലോക്കോ റിവേഴ്സറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ ലോക്കോനെ ആയിരിക്കും. അവിടെ നിന്ന് ഇനി വേറെ ലോക്കോ കൊടുക്കാൻ ചാൻസ് ഇല്ല. ക്രൂ ഒക്കെ ഓൾറെഡി കയറി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വേറെ ക്രൂ ആണേ. അപ്പോൾ അവരവിടെ പുറകിൽ അതിൻ്റെ കപ്ലിംഗ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിൽ പോയി കയറാം. ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 35 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:30. നമ്മുടെ വണ്ടി വന്നതേ നമ്മൾ ഈറോഡ് വരെ മെയിൻ റൂട്ടിൽ കട വന്നത്. ഈറോഡ് നമ്മൾ റൈറ്റ് എടുത്തിട്ട് കരൂർ വഴിയാണ് നമ്മുടെ വണ്ടി വന്നത് കേട്ടോ. കരൂർ വഴി നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, ആ വണ്ടി വരുന്ന വഴിക്ക്. അമൃതഭാരതിൻ്റെ ബ്രേക്ക് കിടക്കുന്നു, നോക്ക്. ഏത് അമൃതഭാരത ഇത്? ട്രിച്ചി ന്യൂ ജൽപേഗുഡി, അതിൻ്റെ ബ്രേക്ക് കേട്ടോ അത്. നമുക്കിവിടെ നോക്കിയതാണ് ദൂരെ നമ്മുടെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാൻ പറ്റും. നമ്മളിപ്പോൾ ശ്രീരംഗം എത്താറായിട്ടുണ്ട്. ശ്രീരംഗത്ത് ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ചെറിയൊരു സൈഡ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. ഇന്ന് മൺഡേ ആണ്, അതുമല്ല രാവിലെ ഓഫീസ് ടൈമായിട്ട് നല്ല തിരക്കായിരിക്കും. നമ്മുടെ വണ്ടിയിൽ നിർത്തുന്ന സ്റ്റേഷനിലല്ലാവേ. ഇനിയിപ്പം അരിയാലൂർ, വിരുദ്ധാചലം വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാം നല്ല ആളും കയറും പോയിക്കോ. അപ്പോൾ ഇതാണ് ശ്രീരംഗം സ്റ്റേഷനെ. ഇവിടെ ഇറങ്ങിയാൽ മതി. നമ്മുടെ രംഗനാഥസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ,
എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അമ്പലങ്ങളിലൊരെണ്ണമാണത്. നമ്മുടെ അവിടെ നിന്ന് വന്ന മറ്റേ എഗ്മോർ മംഗലാപുരം, പിന്നെ മറ്റേ ചെന്നൈ എഗ്മോർ കൊല്ലം മെയിൽ, പിന്നെ മറ്റേ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ നിർത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശ്രീരംഗം അമ്പലത്തിൽ പോകണമെങ്കിൽ ഈ ശ്രീരംഗം സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഇത് കണ്ടോ, കൊള്ളിടം എന്നൊരു നദിയാണ്. നോക്ക് എന്തോ വലിപ്പം നോക്കുക, നദിയുടെ നല്ല വലിപ്പത്തിലുള്ളൊരു വലിയ നദി കണ്ടോ. വെള്ളം ആകെ കുറച്ച് വെള്ളമുള്ളതാണ്, ഇത്ര ഉള്ളു വെള്ളം. നമ്മളിവിടെ അരിയാലൂർ സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരു പാം ട്രീ നിൽക്കുന്നതുകൊണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാം ട്രീ നിൽക്കുന്നത് കാണുന്നത്. ഭയങ്കര വെറൈറ്റി അല്ലേ. അപ്പോൾ ഇതാണ് അരിയാലൂർ സ്റ്റേഷൻ കേട്ടോ. അരമണിക്കൂർ ലേറ്റാണ് ഇവിടെ എത്തുന്നത്. നമ്മൾ വിഴുപുരത്ത് എത്തുമ്പോൾ ഓൺ ടൈം ആകും കേട്ടോ. നല്ല ക്ലീൻ സ്റ്റേഷൻ, ഒരു വൃത്തികേടോ ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ്. തിരുച്ചിറപ്പള്ളി ഡിവിഷനാണ് ഇതൊക്കെ. കൊള്ളാമല്ലേ, വെറൈറ്റി. ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റേഷനിൽ ഒരു പാം ട്രീ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 55 മിനിറ്റ് ലേറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ അല്ല 35 മിനിറ്റ് ലേറ്റായിരുന്നു ട്രിച്ചിൽ നിന്ന് വിട്ടപ്പോൾ. അവിടെ നിന്ന് പിന്നെയും ലേറ്റായി. കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, ഒരു തിരുനെൽവേലി താമ്പരം സ്പെഷ്യൽ. അപ്പോൾ അതുള്ളതുകൊണ്ട് നമ്മളെങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് മിക്കവാറും വിഴുപുരത്ത് നമ്മൾ നേരത്തെ എത്താനാണ്, പക്ഷേ മിക്കവാറും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വിഴുപുരത്തെ മറ്റേ ലോക്കൽ റിവേഴ്സിലൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ അടുപ്പിച്ചെടുക്കുമായിരിക്കും. ഇന്നലെ രാത്രി സംഭവം എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട്. അതിൽ കുറേ പേരൊക്കെ വയ്യാത്തവരൊക്കെയാണ്. അവർ പോണ്ടിച്ചേരി എന്തോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്നവർ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ വയ്യാത്തവർ പോട്ടെ, അവർ ഓക്കെ പറയാം, തീരെ വയ്യാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാതെ കുറേ ആൾക്കാർ ഇതേപോലെ വെയിറ്റിംഗ് ലിസ്റ്റ്, അവരുടെ ടിക്കറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആണെന്നും പറഞ്ഞ് കയറി ഈ ഓരോ ബർത്തിൻ്റെ ഓരോരുത്തർ കിടക്കുന്ന അവിടെ സൈഡിൽ പോയിരിക്കുക, പിടിക്കുക, ഇതൊക്കെയായിരുന്നു. ടി ടി ആണ്, ഒരു അക്ഷരം മിണ്ടുന്നില്ല, പുള്ളി ഒന്നും മിണ്ടുന്നില്ല. ടി ടി എന്താ ചെയ്യേണ്ടത്? ടി ടി അവരെ പറഞ്ഞ് ഇവിടുന്ന് റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ് അല്ലേ, ടി ടി ഒന്നും പറയുന്നില്ല. ടി ടി മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാനങ്ങ് അതിശയിച്ചു പോയി, ഇതെന്താ ഇങ്ങനെയെന്ന്. വെയിറ്റിംഗ് ലിസ്റ്റ് ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ കയറി ഇരിക്കുമായിരുന്നു ലാസ്റ്റ്. ഇതിപ്പം പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി ആർക്കും ഒരു വായിൽ നാക്കില്ലെന്ന് ആലോചിക്കണേ. റിസർവ് ചെയ്ത ആൾക്കാരും മിണ്ടുന്നില്ല, ടി ടി ഒന്നും മിണ്ടുന്നില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കയറി അവിടെ ഇരിക്കുക. എൻ്റെ സൈഡ് അപ്പുറം കുഴപ്പമില്ല, സൈഡ് ലോറിൽ എനിക്കറിയത്തില്ല. സൈഡ് ലോറിൽ പാലക്കാട് നിന്ന് അരണ്ട കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈഡ് അപ്പുറം ആയതുകൊണ്ട് ഞാൻ കയറിയും കിടന്നു, അതുകൊണ്ട് എനിക്ക് വിഷയമില്ലായിരുന്നു. ഇത് ആരും ഒന്നും മിണ്ടുന്നില്ല, ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് ആൾക്കാർ കയറിയെന്നും പറഞ്ഞുകൊണ്ട് അവരും ഇരിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാർ കയറിയിരിക്കുക. ഇതാണ് നമ്മുടെ പ്രശ്നം. പോരെ, ഇവരെല്ലാവരും ട്രിച്ചി വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല തിരക്കാണ് ട്രിച്ചി വരെ. ട്രിച്ചി കഴിഞ്ഞും ആളുണ്ട്, ട്രിച്ചിയിൽ നിന്ന് ആൾ കയറിയായിരുന്നു. പോണ്ടിച്ചേരി വരെ വണ്ടി ഫുള്ളാണ്. വണ്ടി എപ്പോഴും ഫുള്ളായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ട്രിച്ചി വരെ നല്ല തിരക്കായിരുന്നു. വെയിറ്റ് ലിസ്റ്റ് ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. നമ്മളിത് വൃദ്ധാചലം ജംഗ്ഷനിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 ഇമ്പോർട്ടൻറ്റ് ലൈൻ തിരിയുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് സേലത്തേക്കൊരു ലൈൻ പോവും. നമ്മുടെ ഈ മംഗലാപുരം പുതുച്ചേരി സേലം വഴി വരുന്നത് ഇവിടെ വന്നാണ് കയറുന്നത്. പിന്നെ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കടലൂർ പോർട്ട് ഉണ്ടല്ലോ, നമ്മളൊന്ന് പോയില്ലേ കടലൂർ പോർട്ടിലേക്കുള്ള ലൈൻ തിരിയുന്നത് ഈ വൃദ്ധാചലം ജംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഈ കടലൂർ പോർട്ട് പിന്നെ സേലം, ഈ 2 സ്ഥലത്തേക്കുള്ള ലൈൻ തിരിയുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നേരെ പോയാൽ വിഴുപുരം ഭാഗത്തേക്ക് പോകും. ഇവിടെ എത്തുന്നത് 57 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ പോണ്ടിച്ചേരി ഓൺ ടൈം എത്തുമെന്നാണ് കാണിക്കുന്നത്. നോക്കാം എന്തായാലും. ഇപ്പോൾ പോയത് നമ്മുടെ സദേൺ റെയിൽവേയുടെ ഏക തേജസ് എക്സ്പ്രസ് ആയ ചെന്നൈ എഗ്മോർ മധുരൈ തേജസ് ആണ്. അതിന് ഒരു WP4 ലോക്കുമായിരുന്നു കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും അത് പാസ്സായിപ്പോയി. P4 ആയിരുന്നു ലോക്കോ കേട്ടോ.
ഈയിടെ എല്ലാം ഈ ഭാഗത്തെ കുറേ വണ്ടികൾക്കൊക്കെ P4 ലോക്കമാണ് കൊടുക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. നമ്മളങ്ങനെ വിഴുപുരം ജംഗ്ഷനിലേക്ക് തന്നെ എത്താൻ പോവുകയാണേ. ഞാൻ കരുതിയത് ട്രിച്ചിയിൽ നിന്ന് അവർ മാറ്റിയ ലോക്കോ ഉണ്ടല്ലോ, ആ ലോക്കോ തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് റിവേഴ്സ് അടിച്ച് പുറകെ കൊണ്ട് പിടിപ്പിക്കുന്നതിനാണ്. പക്ഷേ അല്ല, ഇവിടെ ലോക്കോ മാറുന്നുണ്ട്. ഇവിടെ വേറെ പീസ് എന്താണ്ട് അങ്ങ് ഇതുകൊണ്ട് റെഡി ആയി കിടപ്പുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഈ ലോക്കോ ആണ് ഇവിടെ നിന്ന് പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോകുന്നത്. ലോക്കോ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 2 തവണ ശരിക്കും പറഞ്ഞാൽ ലോക്കോ മാറി. മംഗലാപുരത്ത് നിന്ന് വിട്ട ലോക്കോ ട്രിച്ചിയിൽ മാറി, ട്രിച്ചിയിൽ നിന്ന് വിഴുപുരം വരെ വേറെ ലോക്കോ ആണ്. അവിടെ നിന്ന് കണ്ട് വീണ്ടും മാറാൻ പോവാം. ഈ റോഡിൻ്റെ ഒരു P7 ആണ് 39205. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീനെ ഇവിടെ നിന്ന് പോണ്ടിച്ചേരി എത്തിക്കുന്നത്. അപ്പോൾ അതവിടെ റെഡി കിടപ്പുണ്ട് ലോക്കോ. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴേക്കും ഈ ലോക്ക് കണ്ട് പുറകെ കൂടെ വന്ന് പിടിപ്പിക്കും, അറ്റാച്ച് ചെയ്ത് നേരെ പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോകും. ഈ ലൈനാണ് പോണ്ടിച്ചേരിക്ക് പോകുന്ന ലൈന്. അപ്പോൾ നമ്മുടെ വണ്ടി തണ്ട് ഇവിടെ കയറിയിട്ട് റിവേഴ്സ് അടിച്ച് തണ്ട് ഈ ലൈനിൽ കൂടെ നമ്മൾ പോകും. ഇതാണ് പോണ്ടിച്ചേരിക്ക് പോകുന്ന ലൈൻ കേട്ടോ. അതിവിടെ വിഴുപുരം ജംഗ്ഷനാണ് തിരിയുന്നത്. നമ്മുടെ വണ്ടിയുടെ പ്രൈമറി മെയിൻ്റനൻസ് നടത്തുന്നതും ഇവിടെ വിഴുപുരത്ത് വെച്ചാണ്. കാരണം പോണ്ടിച്ചേരിയിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ വണ്ടി പോണ്ടിച്ചേരി പോയിട്ട് MT റേക്കായിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ വില്ലുപുരം എന്നാണ് വായിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതെല്ലാം വിഴുപുരം എന്നാണേ. അപ്പോൾ 2 രീതിയിലും പറയാൻ തോന്നുന്നു. നമ്മൾ ഈ ചെന്നൈയിൽ മധുരൈ ഭാഗത്തേക്കൊക്കെ ട്രെയിനിന് പോകുമ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടിക്കകത്ത് കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും പോണ്ടിച്ചേരി ഇറങ്ങാനുള്ള ആൾക്കാരാണ്. ഇവിടെ ഇറങ്ങിയ ആൾക്കാർ വളരെ കുറവാട്ടോ. നമ്മുടെ വണ്ടി ഒരു 15 മിനിറ്റ് അടുപ്പിച്ച് കിട്ടുള്ളൂ. വേഗം തന്നെ എടുത്തു കേട്ടോ ലോക്കോ പിടിപ്പിച്ചിട്ട്. അതാണ് ഇവിടെ നിന്ന് വേറെ ലോക്കോ കൊടുത്തത്. മറ്റേ നമ്മൾ വന്ന ലോക്കോ കൊടുക്കണമെങ്കിൽ സമയം എടുക്കുമല്ലോ, പോയി തിരിഞ്ഞൊക്കെ വരണ്ടേ. ഇത് വേഗം തന്നെ എടുത്തു. അങ്ങനെയാണ് നമ്മൾ മിക്കവാറും ഓൺ ടൈം കയറും കേട്ടോ പോണ്ടിച്ചേരിയിൽ. ഇതെല്ലാം കൊള്ളാം. നമ്മൾ പോണ്ടിച്ചേരി ലൈനിലേക്ക് നമ്മൾ കയറുകയാണ് ലെഫ്റ്റ് എടുത്തിട്ട്. ഈ പോകുന്നത് നമ്മുടെ പല്ലവൻ സൂപ്പർ ഫാസ്റ്റാണ്. കാരയ്ക്കുടി നിന്നും ചെന്നൈ എഗ്മൂർ വരെ പോകുന്ന പല്ലവൻ സൂപ്പർ ഫാസ്റ്റ്. ഇടിച്ച് കുത്തിയ ആളാണ് അതിൽ. നമ്മളായിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പുതുച്ചേരി ഭാഗത്തേക്ക് പോവാം. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ പുതുച്ചേരി. ഒരു അരമണിക്കൂർ മതി. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോണ്ടിച്ചേരിക്ക് ട്രെയിനിൽ പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും ട്രെയിനിൽ പോണ്ടിച്ചേരി പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. പോണ്ടിച്ചേരി പോയിട്ടുണ്ട്, പക്ഷേ ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണ്ടിച്ചേരി പോകുന്നത്. നമ്മുടെ ചാനലിലൊന്നും ഇതിനായിട്ട് പോണ്ടിച്ചേരി പോയ വീഡിയോ ഒന്നുമില്ല. ചെറിയ ബ്രാഞ്ച് ലൈൻ അല്ലേ, അപ്പോൾ സിംഗിൾ ലൈനാണ്, ഡബിൾ ലൈൻ ഒന്നുമില്ല, സിംഗിൾ ലൈനാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് കുറേ വണ്ടികളുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പോണ്ടിച്ചേരി കടക്പൂർ, പോണ്ടിച്ചേരി ന്യൂഡൽഹി ഉണ്ട്, പിന്നെ പോണ്ടിച്ചേരി കാച്ചിഗുഡ, പോണ്ടിച്ചേരി, പിന്നെ മറ്റേ കാക്കിനാട പോർട്ട് സർക്കാർ എക്സ്പ്രസ്, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഹാവടയ്ക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് കൊൽക്കട്ടയിലേക്ക്. പിന്നെ പോണ്ടിച്ചേരി യശ്വന്ത്പൂർ ഒരു വീക്ക്ലി എക്സ്പ്രസ് ഉണ്ട്. പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് ദാദർ പോകുന്ന ഒരു ചാലൂക്യ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഭുവനേശ്വറിലേക്കും ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും പോണ്ടിച്ചേരിയിൽ നിന്ന് വണ്ടിയുണ്ട്. ചെറിയ 2 കുഞ്ഞ് സ്റ്റേഷനുണ്ട് ഈ വഴിക്ക്. പക്ഷേ ഇത് പ്ലാറ്റ്ഫോം ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. സിംഗിൾ ലൈൻ അല്ലേ, വലിയ ഇതൊന്നും ഇല്ല, വലിയ അങ്ങനെ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി പോണ്ടിച്ചേരി സ്റ്റേഷനൊക്കെ എങ്ങനെ ഉണ്ടോ അറിയത്തൊന്നുമില്ല. ഈ റൂട്ടിലെ അടുത്ത സ്റ്റേഷനാണ് ചിന്ന ബാബു സമുദ്രം കേട്ടോ. ഇവിടെ എനിക്കൊന്ന് നിർത്താൻ പോകാൻ തോന്നുന്നു. ക്രോസിംഗ് ഒന്നുമില്ല, കാരണം വേറെ വണ്ടിയൊന്നുമില്ല. ഇതെന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും സിഗ്നൽ ഇടപ്പുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീഡ് റെസ്ട്രിക്ഷൻ വല്ല ഉണ്ടാവും.
നമ്മളങ്ങനെ രണ്ട് പുതുച്ചേരി സ്റ്റേഷനിലേക്ക് കണ്ട് കയറാൻ പോകണം കേട്ടോ. പുതുച്ചേരി ഇവിടെ എവിടെയാണ് കയറ്റുന്നത് എടുത്തില്ല. പ്ലാറ്റ്ഫോം 1 ആണോ 2 ആണോ 3 ആണോ അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. പ്ലാറ്റ്ഫോം 1 അല്ലെന്ന് ഉറപ്പായി. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ആയിരിക്കും കേട്ടോ. ഇത് സാധാരണ ഒരു സ്റ്റേഷനാണ് കേട്ടോ പോണ്ടിച്ചേരി. ഇതിനെന്ത് കാണിക്കുന്നത്? എന്തോ അസുഖമാണ് ഈ കയറത്തന്മാർക്ക്. സാധാരണ ഒരു സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ വലിയ പ്രത്യേക മീൻസ് ഇത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പ്ലാറ്റ്ഫോം 3യിലാണ് കേട്ടോ കയറുന്നത്. NTS ആപ്പിൽ പ്ലാറ്റ്ഫോം 3 കാണിച്ചത്. അപ്പോൾ പ്ലാറ്റ്ഫോം 3യിലാണ് കയറുന്നത് വണ്ടി. ഈ ലൈൻ ഇവിടെ എൻ്റെ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയാൽ പിന്നെ കടലാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ലൈൻ ഇവിടെ എൻ്റെ ആണ് പുതുച്ചേരിയിൽ. ഷാർപ്പ് ഓൺ ടൈം തന്നെ 10:16 10:15 സമയം ശരിക്കും. അങ്ങനെ നമ്മൾ പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരിയിലെത്തിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോക്കോ ഊരിയില്ലെങ്കിൽ ലോക്കോ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാം കേട്ടോ. ലോക്കോ ഊരാൻ പോകാമെന്നാണ് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്നുമില്ല കേട്ടോ. എല്ലാം പൊളിച്ച് കളഞ്ഞ് വേറെ പുതിയത് പണിയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്റ്റേഷൻ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർ ലോക്കോ ഊരിക്കൊണ്ട് പോയാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ യാത്ര നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ്. പക്ഷേ വണ്ടി ഫുള്ളായിരുന്നു ആൾക്കാർ. നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. മണ്ടയോടെ എത്തുന്ന വണ്ടിയല്ലേ. നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. നല്ല സൂപ്പർ വണ്ടിയാണ്. ഇഷ്ടപ്പെട്ടു. പുതുച്ചേരി പോണ്ടിച്ചേരി എന്നും പറയും, പുതുച്ചേരി എന്ന് പറയും, പോണ്ടി എന്നും പറയും. അങ്ങനെ പല പേരുകളുണ്ട്. അതുകൊണ്ട് ലോക്കോ അതുകൊണ്ട് ഉരിക്കോട്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. റിവേഴ്സ് അടിച്ചിനി ഈ റേക്കിന് തിരിച്ച് വില്ലൂരം പോകാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ പോണ്ടിച്ചേരിയിൽ റൂം എടുത്തത് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ തന്നെ ഒരു ട്രീവോ സൗത്ത് അവന്യൂ എന്നൊരു ഹോട്ടലുണ്ട്. അതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മംഗളൂരു പുതുച്ചേരി എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. നമ്മളിനി അടുത്ത കാണാൻ പോകുന്നത് ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ആ വണ്ടിയിൽ യാത്ര നടന്ന് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ്. എന്ത് വട്ടമല്ലേ മംഗലാപുരത്ത് ഇവിടെ വന്നിട്ട് വീണ്ടും ചെന്നൈക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും മംഗലാപുരം പോകാൻ വട്ട്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.